ക്രിപ്റ്റോ മച്ചാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ബ്ലോഫിനിൽ കുറേ പേർക്ക് INR ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റിയിട്ട് ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാൻ പറ്റുന്നില്ല, റിജക്റ്റ് ആവുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. സോ ഇതിന് പകരമായിട്ട് നമുക്ക് INR വാങ്ങിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പേര് വസിറിക്സ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോളിയുള്ള ഇന്ത്യയിലെ ടോപ്പ് എക്സ്ചേഞ്ച് ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ ഇട്ടിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനകത്ത് എങ്ങനെ അക്കൗണ്ട് എടുക്കാം, അതുപോലെ ഇതിനകത്ത് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ ട്രേഡ് ചെയ്യാം, ഇതിൽ നിന്ന് ബ്ലോഫിലോട്ട് എങ്ങനെ ക്യാഷ് മാറ്റാം തുടങ്ങിയ കാര്യങ്ങളാണ്. തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് വിഡ്രോവൽ എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. 4 മിനിറ്റിനകത്തെ ഈ വീഡിയോ കാണത്തോളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വസിറിക്സിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഈ ഒരു അക്കൗണ്ട് സെറ്റിംഗ്സിൽ വന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് KYC കൊടുത്ത് ഫസ്റ്റിൽ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുന്നത് സ്പോട്ടിൽ തന്നെ വെരിഫൈ ആവും. പാൻ കാർഡ്, നിങ്ങളുടെ സെൽഫി മാത്രം മതി വെരിഫൈ ആവാൻ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി സംസാരിക്കാം. നിങ്ങൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഹോം മെനു എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, P2P ഉണ്ട്, ഫണ്ട്സ് ഉണ്ട്. ഓക്കെ, നമുക്കിതിൽ 2 രീതിയിൽ INR ആഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതി ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോവൽ INR ഉണ്ട്, ഡെപ്പോസിറ്റ് INR ഉണ്ട്. വിഡ്രോവൽ INR എന്താണെന്ന് അറിയാലോ? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ നാളെ ഒരു സമയം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി INRലോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. സ്പോട്ടിൽ തന്നെ കാശ് ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പം അതെങ്ങനെയൊക്കെ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് അവസാന ഭാഗത്ത് ഞാൻ പറയാം. ഇപ്പം നമുക്ക് എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അതിനുവേണ്ടി നിങ്ങളിവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഡെപ്പോസിറ്റ് INR ആണ്. ഡെപ്പോസിറ്റ് INR വരുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് കാണുന്നത്. ഇൻസ്റ്റൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, വാസിറിക്സ് P2P ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ ഒരു വസിറിക്സ് ഒരു ബാങ്ക് ഡീറ്റെയിൽസ് തരും. ഈ ഷോ ബാങ്ക് ഡീറ്റെയിൽസിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വരും. ആ ഒരു അക്കൗണ്ടിലോട്ട് നിങ്ങൾ IMPCയോ NEFTയോ നിങ്ങൾ വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്പോട്ടിൽ തന്നെ കറണ്ട് ബാലൻസിനകത്ത് INR ആഡ് ആവും. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഫണ്ട് ആഡ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫണ്ട്സിന് ഇപ്പുറമായിട്ട് P2P എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു P2Pയിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതുപോലൊരു പേജിൽ വരും. ഇവിടെ നമ്മൾ USDT ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ P2P, അതായത് നിങ്ങളെപ്പോലെ USDT സെല്ല് ചെയ്യുന്നവരുണ്ടാവും. USDT എന്ന് പറഞ്ഞാൽ അത് USD അല്ല, USD കോയിൻ അല്ല, USD അല്ല, കറൻസി അല്ല, USDT എന്ന് പറയും. അതൊരു ക്രിപ്റ്റോ കറൻസിയിലെ ഒരു സ്റ്റേബിൾ കോയിനാണ്. ഓൾമോസ്റ്റ് USDയുടെ റേറ്റാണ് 91.28 ഇപ്പോഴത്തെ റേറ്റ്. സ്റ്റേബിൾ ആയിരിക്കും. സോ നിങ്ങൾക്കത് വാങ്ങിക്കാം. അപ്പം അത് വാങ്ങിക്കാനായിട്ട് നിങ്ങളെപ്പോലെ ഇത് വിൽക്കാനും സെല്ല് ചെയ്യാനും ആൾക്കാരുണ്ടാവും. സോ അപ്പോൾ നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം അതെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 91.28 പൈസയാണ്. സോ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണം എന്നുണ്ടായതുകൊണ്ട് ഞാൻ 92 രൂപ എനിക്ക് വാങ്ങിക്കാൻ റെഡിയാണ്. അതിനുശേഷം എനിക്ക് വേണ്ടത് $10 ഓക്കെ, 10 USDT ആണ്. ടോട്ടൽ 920 ആണ്. ഞാൻ ബൈ കൊടുത്തു, കൺഫേം കൊടുത്തു. ഓക്കെ, മിനിമം ബൈ വോളിയം 14 USDT ആണ്. സോ ഞാനൊരു 16 കൊടുത്തു, ബൈ കൊടുത്തു, കൺഫേം കൊടുത്തു. അങ്ങനെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെപ്പോലെ സെല്ല് ചെയ്യാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വസിറിക്സ് മാച്ച് ചെയ്യിപ്പിക്കും ആ ഒരു ഓർഡർ. സോ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. 92 രൂപയ്ക്ക് ആർക്കെങ്കിലും വിൽക്കണം എന്നുണ്ടെങ്കിൽ മാച്ച് ആവും, പെട്ടെന്ന് തന്നെ മാച്ച് ആവും. നിങ്ങൾക്ക് സ്പോട്ടിൽ വേഗത്തിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ, വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഹൈ റേറ്റിന് അടിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് 2 ആയിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ 749-നും പിന്നെ ഒരാൾ 711-നുമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. പേ വിത്ത്, ഞാൻ UPI ആണ് കൊടുക്കുന്നത്. ഐ വിൽ പേ എന്നും പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യത്താക്ക് 749.40 പൈസയാണ്. അയാളുടെ UPI ID ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു UPI ID നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഈ ഒരു UPI ID പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റീമാർക്കിൻ്റെ അടുത്ത് നിങ്ങൾ പേയ്മെൻറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം റീമാർക്ക് ചോദിക്കും. അവിടെ ഗൂഗിൾ പേയിൽ ഈ ഒരു 92A6 മസ്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വസിറിക്സിൽ വന്നിട്ട് ഈ അപ്ലോഡ് ഹിയർ എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ശേഷം ഈ 2 ടേംസ് ആൻഡ് കണ്ടീഷനും ക്ലിക്ക് ചെയ്തിട്ട് ഐ ഹാവ് എ പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് USDT ബാലൻസ് വരുന്നതായിരിക്കും. USDT ബാലൻസ് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ സെല്ലിൻ്റെ ഓപ്ഷനിൽ ഇവിടെ ഇപ്പോൾ എനിക്ക് $2 ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് ആ ഒരു $16 ഇവിടെ വന്ന് കിടക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പുറത്ത് വന്നിട്ട് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് INR ആക്കാം, ബാങ്കിലോട്ട് മാറ്റുകയും ചെയ്യാം. ഓക്കെ,
സോറി, നിങ്ങൾക്ക് INR ആക്കാം. നിങ്ങൾ INR ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സെല്ല് ചെയ്യുന്ന റേറ്റിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആരെങ്കിലും കാശ് ഇടുന്നു. നിങ്ങൾ ഇവിടെ വരുമ്പം ഓർഡറിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ അതനുസരിച്ച് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് P2P. അപ്പോൾ നിങ്ങൾക്ക് വൺസ് നിങ്ങൾ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് USDT ബാലൻസ് ഇവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെതർ ബാലൻസ് എത്രയാണോ USDT ഉള്ളത് അത് കാണാൻ സാധിക്കും. സോ വൺസ് അങ്ങനെ നിങ്ങൾക്ക് USDT വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ USDT മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു USDT മാർക്കറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാം. ഇവിടെ വെറ്റ് ഉണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്, ഒരുപാട് കറൻസികളുണ്ട്. ഓക്കെ, അങ്ങനെ വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു USDT INR ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ USDT INR ഉണ്ട്. നിങ്ങൾക്ക് INR ആക്കിയിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് സെല്ല് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ, P2P അല്ലാതൊരു ഓപ്ഷൻ. ഓക്കെ, വേറെയും കോയിൻ ഉണ്ട്, ബിറ്റ് കോയിൻ വാങ്ങിക്കാം INR ഉപയോഗിച്ച്. അതല്ല നിങ്ങളിൽ ബാലൻസ് ഉള്ളത് USDT ആണെങ്കിൽ USDT ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈവൻ ബിറ്റ് കോയിൻ, XPG എല്ലാ കോയിനും വാങ്ങിക്കാം. ഓക്കെ, ഇതാണ് കാര്യം. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ബിറ്റ് കോയിൻ USDTക്ക് വാങ്ങിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് നാളൊരു സമയത്ത് പ്രോഫിറ്റായി നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ INR മാർക്കറ്റിൽ വന്നിട്ട് BTC INR എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഈ BTC #INR എന്ന് വെച്ചാൽ ഈ BTC വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് INR കിട്ടും. USDT മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസി വിറ്റ് കഴിഞ്ഞാൽ USDT കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമുക്കിവിടെ 1, 2, 3, 4 മാർക്കറ്റ് ഉണ്ട്. സോ നിങ്ങളിങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് വിഡ്രോൾ കൊടുക്കാം INRലോട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ P2P വഴി നിങ്ങൾക്ക് നിങ്ങളുടെ USDTക്ക് ഒരു റേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് സെൽ ഓർഡർ ഇട്ട് വെക്കാം. ആരെങ്കിലും ഇവിടെ ഓർഡർ എടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കൺഫർമേഷൻ വരും. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് Google Pay ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് സക്സസ് ഇവിടുന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വൺസ് നിങ്ങളിങ്ങനെ P2P വഴി നിങ്ങൾക്ക് USDT കിട്ടി, അല്ലെങ്കിൽ ബാങ്ക് വഴി നിങ്ങൾ NEFT വഴി ചെയ്തിട്ട് INR ആഡ് ചെയ്തു, അല്ലെങ്കിൽ USDT കിട്ടി. അതിനുശേഷം നമ്മുടെ ബ്ലോഫിൻ അക്കൗണ്ടിലോട്ട് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡ് ഇതിനും കൂടെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിലവിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു രീതി, ഇതിൽ USDTയിൽ ഭയങ്കര ഫീസാണ് ചോദിക്കുന്നത്. ഏകദേശം $15 USDTയുടെ വിഡ്രോൾ ചാർജ് വാസ്റിക്സിൽ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് TRX ആണ്. TRX ഫീസ് കുറവാണ്. സോ TRX എടുക്കുക, വിഡ്രോൾ കൊടുത്താൽ മതി. അതെങ്ങനെ, അതിന് മുമ്പ് നിങ്ങൾ TRX വാങ്ങിക്കണം. TRX വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വൺസ് P2P വഴി നിങ്ങൾ USDT ആഡ് ചെയ്ത് കഴിഞ്ഞാൽ USDT മാർക്കറ്റിൽ പോയിട്ട് TRX കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനായിട്ട് മേളിൽ TRX എന്ന് സെർച്ച് ചെയ്യുക. TRX USDT. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ INR ആണ് ബാലൻസ് ഉള്ളതെങ്കിൽ TRX INRലോട്ട് പോവുക. USDT ആണ് ബാലൻസ് ഉള്ളതെങ്കിൽ TRX USDTയിലോട്ട് പോവുക. അങ്ങനെ നിങ്ങൾ ഏത് മാർക്കറ്റിലാണോ പോകേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബൈ കൊടുക്കുക. എനിക്കിവിടെ ഒന്നുമില്ല, $2 ഉള്ളൂ. സോ നിങ്ങളുടെ കയ്യിൽ എത്രയാണെന്നുള്ളത് അതിന് നിങ്ങൾക്ക് മറ്റൊരു എക്സ്ചേഞ്ചിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ബൈ TRX കൊടുക്കുക, കൺഫേം കൊടുക്കുക. നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യുക. ഓക്കെ, എനിക്കിവിടെ ഏകദേശം ഇപ്പോൾ ഓക്കെ, എനിക്ക് ഓർഡർ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലോ ബാലൻസ് ആണ്, $2 ഉള്ളായിരുന്നു. സോ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഓർഡറിനകത്ത് വന്ന് കിടക്കും. അത് ട്രിഗർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ഓർഡറിനകത്ത് വന്ന് കിടക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ TRX ഫണ്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഫണ്ട്സിനകത്ത് വന്നിട്ട് ഫണ്ട്സിനകത്ത് ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ ടോപ്പിലായിട്ട് TRX വരും. TRX വരും. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് കാണിക്കും. അവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ വിഡ്രോൾ കൊടുക്കുക. വിഡ്രോൾ കൊടുക്കുന്ന സമയത്ത് ബ്ലോഫിനിൽ പോയിട്ട് ബ്ലോഫിനിലെ നിങ്ങളുടെ അസറ്റിൽ ഓവർവ്യൂവിനകത്ത് വന്നിട്ട് ഡെപ്പോസിറ്റ് ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, ഡെപ്പോസിറ്റ് എടുക്കുക. ഡെപ്പോസിറ്റ് എടുത്തതിന് ശേഷം അതിൽ TRX എടുക്കുക. TRX എടുത്തിട്ട് നെറ്റ്വർക്ക് നിങ്ങൾ മെയിൻ നെറ്റ് TRS-20യുടെ നെറ്റ്വർക്ക് തന്നെ കൊടുക്കുക. മാറിപ്പോയാൽ നിങ്ങളുടെ ഫണ്ട് ലൂസാവും. നിങ്ങൾ എപ്പോഴും മെയിൻ നെറ്റ്വർക്ക് തന്നെ കൊടുക്കുക, TRS-20. ഓക്കെ, കാരണം വെസറിക്സിൽ TRS-20 മെയിൻ നെറ്റ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. വേറെ നെറ്റ്വർക്കൊന്നും ഇല്ല അവർക്ക്. സോ നിങ്ങൾക്ക് ക്യാഷ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സെലക്ട് അഡ്രസ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇങ്ങനെ ഓപ്ഷൻ വരുന്നതിനകത്ത് നിങ്ങൾ നമ്മളുടെ ഏത് എക്സ്ചേഞ്ചിലോട്ടാണ് മാറ്റേണ്ടതെന്നാണ് വാസറിക്സ് ചോദിക്കുന്നത്. നിലവിൽ ബ്ലോഫിൻ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടില്ല. സോ ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ തന്നെയാണ്. ഇത് വലിയ കാര്യമില്ല, ബിറ്റ്മാക്സ് ആണ്. നിങ്ങൾക്ക് ബിറ്റ്മാക്സ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളിവിടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് വന്ന അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെറ്റ്വർക്ക് TRS-20. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തതും TRS-20 ആണ് നെറ്റ്വർക്ക്. സോ ആ സെയിം നെറ്റ്വർക്ക് തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് കൺഫേം ആക്കുക. ഓക്കെ, അതിനുശേഷം സേവ് TRX കൊടുക്കുക. ലേബൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്ലോഫിൻ എന്ന് കൊടുക്കാം. അതിനുശേഷം സേവ് TRX കൊടുത്തു.
ഇത് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് എനിക്കിനി സേവ് ആവത്തില്ല. സോ നിങ്ങൾക്ക് ഇതുപോലെ സേവ് ആയിട്ട് കിട്ടും. സേവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇവിടെ വന്നിട്ട് നിങ്ങൾ എത്രയാണോ TRX വേണ്ടത്, 100 TRX ആണെങ്കിൽ എന്തെങ്കിലും റീമാർക്ക് കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് പ്രൊസീഡ് വിത്ത് വിഡ്രോവൽ കൊടുക്കുക. ഓക്കെ, എനിക്ക് അത്രയും ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് 18 TRX ഉള്ളൂ എൻ്റെ കയ്യിൽ. കൺഫേം കൊടുത്തു. കൺഫേം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓർഡർ പ്ലേസ് ആയി വരും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേറ്റർ ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കോഡൊക്കെ വരും. കോഡ് അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ബ്ലോഫിനിൽ പൈസ ക്രെഡിറ്റ് ആവും. അവിടുന്ന് നിങ്ങൾക്ക് TRX നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറൻസിയിലോട്ട് USDT മാറ്റാം. USDT മാറ്റണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USDT മാർക്കറ്റിൽ പോയിട്ട് TRX USDT മാർക്കറ്റിൽ പോയിട്ട് സെല്ല് ചെയ്താൽ മതി. USDT കിട്ടും. ആ USDT ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ സ്പോട്ടിൽ വന്നിട്ട് ബിറ്റ് കോയിൻ വേണമെങ്കിൽ ബിറ്റ് കോയിൻ വാങ്ങിക്കാം, ഫ്യൂച്ചർ ചെയ്യണമെങ്കിൽ ഫ്യൂച്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 1-2 വട്ടം കണ്ടാൽ മതി. അല്ലാതെ നമുക്ക് ഇതിൽ ഡയറക്റ്റ് USDT ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ USDTയിൽ ഇതിൽ ERC20 മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, നെറ്റ്വർക്ക് ERC20യിൽ ഭയങ്കര ഫീസാണ്. ഏകദേശം $15 ഒരു ട്രാൻസാക്ഷന് ഫീസ് ചോദിക്കുന്നത്. സോ അത് നമുക്ക് മുതലാവത്തില്ല. നിങ്ങൾക്ക് മുതലാവുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് USDT ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ TRX20 ഒന്നും കൊടുക്കരുത്. USDTക്ക് ERC20 കൊടുക്കാവൂ. കാര്യം ഈ ഒരു വാസീറിക്സിൽ നെറ്റ്വർക്ക് ERC20 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ തലപോയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് TRX വാങ്ങിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. TRX20 നെറ്റ്വർക്കിൽ മാത്രം ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ ഡെയിലി നമ്മുടെ ചാനൽ വഴി കൊടുക്കുന്നുണ്ട്. നമുക്ക് ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട്. ഏകദേശം 71,577 ആളുകളുള്ള ചാനലാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ക്രിപ്റ്റോ അപ്ഡേറ്റും ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റും ഒക്കെ കിട്ടും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ അവിടെ ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.